ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ എൻ്റെ പേരറിയാത്തവർക്ക് പേര് പ്രിൻസി എന്നാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് പലരും തുടങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ, എന്നെപ്പോലെ തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവർക്കുള്ളൊരു ടിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയത്. അതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബ് ആദ്യമായിട്ട് തുടങ്ങുന്നവർ കുറേ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എങ്ങനെ തുടങ്ങും, എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് കഴിവാണോ ഉള്ളത്, നമ്മൾ എന്തിലാണോ കൂടുതൽ എക്സ്പേർട്ട്, ആ ഒരു കഴിവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ പലരും പലതും പറയും, യൂട്യൂബ് എന്തിനാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ യൂട്യൂബ് ചെയ്യാന്നുള്ളത്. അപ്പോൾ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വെറുതെ ഇരിക്കുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മക്കളുടെ കാര്യങ്ങളായാലും നമ്മളൊന്ന് യൂട്യൂബിൽ ഇട്ടാൽ മതി. നമുക്ക് പിന്നീട് അത് ഓർത്തിരിക്കാനും നമുക്ക് കാണാനും ഒക്കെ നല്ല രസമാണ് മക്കളുടെ കാര്യങ്ങളായാലും. പിന്നെ നമുക്ക് ഇതൊരു ഒരു പാഷൻ പോലെ കൊണ്ട് നടക്കുന്നവർ, ഇപ്പോൾ എനിക്കൊക്കെ അത് ഇപ്പോൾ യൂട്യൂബ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എന്താ കോണ്ടൻറ്റ് കിട്ടുക എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇരിക്കും. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെ പലരും നെഗറ്റീവ് പറയാനൊക്കെ ഉണ്ടായിരിക്കും യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇത്ര ഫോളോവേഴ്സ് ഇല്ല. എനിക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റ് മെയിനായിട്ട് അതാണ്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ 500 സംതിങ് ഫോളോവേഴ്സേ ഉള്ളൂ. നിനക്ക് ഈ കണ്ട വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ ഫോളോവേഴ്സ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാലോ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് 3-4 വർഷമായി. പക്ഷേ എനിക്ക് ഇത്രയേ ഉള്ളൂ ഫോളോവേഴ്സ്. പക്ഷേ ഇതൊരു 4 മാസത്തിനുള്ളിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടോ. അതിന് എനിക്ക് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. വലിയൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഒരു 1000 ഫോളോവേഴ്സ് ആവാന്ന് പറയുന്നത്. അതന്നെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട്. അതായത് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉറങ്ങാണ്ടൊക്കെ ഞാൻ 12 മണിക്കും 1 മണിക്കൊക്കെ ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള വീഡിയോ 2 ദിവസത്തേക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കൂട്ടി എടുത്ത് വെക്കും. അങ്ങനെ ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മോൻ ഉറങ്ങുന്ന സമയത്ത് രാത്രി അങ്ങനെയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും 4 മാസത്തോണ്ട് എനിക്ക് 1000 ഫോളോവേഴ്സ് കിട്ടിയതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. പിന്നെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിന് തന്നെ ഇടണം. ഞാനിപ്പോൾ ഒരു 12:15 ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ടൈം മാറി കുറച്ച് 12:30 ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അന്ന് ഇടുന്ന വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴാണോ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ ഇട്ട് പോകണം കേട്ടോ വീഡിയോ. അല്ലെങ്കിൽ നമുക്ക് വ്യൂസ് നല്ല പോലെ കുറയും. പിന്നെ പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ ഇട്ടാലും നമുക്ക് കിട്ടില്ല വ്യൂ. അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് തന്നെ നമ്മൾ ഇടാൻ ശ്രമിക്കും. പിന്നെ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ബ്യൂട്ടി കണ്ടൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയി അമ്മച്ചി കഞ്ഞിയും പയറും കുറേ ചമ്മന്തിയും പപ്പടവും അതൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നൊരു വീഡിയോ ഇട്ടാലോ എന്ന്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഫുഡ് കഞ്ഞിയും ചമ്മന്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു കേട്ടോ. പക്ഷെ അതിനെനിക്കൊരു വ്യൂ കിട്ടിയില്ല. അപ്പം നമ്മളെ ഫോളോ ചെയ്യുന്നതിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എൻ്റെ ബ്യൂട്ടി വ്ളോഗ് അത് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ വേറെ വ്യൂസ് ഒന്നും എനിക്ക് മറ്റേതിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ആ ഒരു കണ്ടൻറ്റിൽ നിന്ന് നമ്മൾ വേറെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കുറയും. അപ്പോൾ ഈ 2 കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കൂടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും നല്ല പോലെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നും വീഡിയോ ഇടുക. നമ്മൾ ഏത് സമയത്താണോ വീഡിയോ ഇടുന്നത്, ലോങ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം കണ്ടെത്തുക. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം കണ്ടെത്തുക. ആ ടൈമിൽ തന്നെ നമ്മൾ സ്ഥിരം ഇട്ട് പോവുക. ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച നമുക്ക് വ്യൂസ് ഇല്ലാതിരിക്കും കേട്ടോ. എനിക്കൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ 2 ആഴ്ചത്തേക്ക് ശേഷം പക്ഷെ നമ്മൾ സമയം വീണ്ടും മാറ്റരുത്. ആ സമയത്തിന് ഇടുമ്പോഴെല്ലാം കിട്ടാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഏതാണോ സമയം ആ ടൈമിൽ തന്നെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്ക് വ്യൂസ് നല്ലപോലെ ഇപ്പോൾ കയറുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല, എനിക്ക് വയ്യാതൊക്കെ ഇരിക്കുന്ന കാരണം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ ഇട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത വ്യൂസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറും. അപ്പോൾ നമ്മൾ ഒരിക്കലും തളരാതെ നമ്മൾ ആ ഒരു ടൈമിൽ ഇടുക, ഡെയിലി ഇടുക, ഡെയിലി വീഡിയോ ഇടുക. പിന്നെ നമ്മുടെ കണ്ടൻറ്റിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. അത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, ഒരു മാസം നമ്മൾ ആ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൺഡേയും അതുപോലെ സാറ്റർഡേയും ഒന്നും നമുക്ക് ഒഴിവില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല വ്യൂസും കിട്ടും, നല്ല സബ്സ്ക്രൈബേഴ്സും കിട്ടും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഒരിക്കലും തളരരുത്. ഇപ്പോൾ പലരും തളർത്താനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് വേറെ പല പരിപാടികൾക്കൊക്കെ പോകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ വീഡിയോ എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജോലിക്ക് ഒഴിവെടുക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
നമ്മൾ വലിയ തുടക്കക്കാരുടെ കാര്യം പറയുന്നത്, നല്ല വലിയ യൂട്യൂബേഴ്സൊന്നുമല്ല. നമുക്ക് നമ്മളവിടെ യൂട്യൂബ് അവിടെ ഇരുത്തും, നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കും. അപ്പോൾ ആ ഒരു കാര്യം നല്ല പോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കിട്ടും, അതുപോലെ തന്നെ വ്യൂസും കിട്ടും, നല്ല ബെനിഫിറ്റും കിട്ടും നമുക്ക്. എനിക്കിപ്പോൾ അത്രയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇപ്പം ഞാൻ തുടർന്ന് പോരുന്നത് എന്താണ്, എനിക്ക് നല്ല സക്സസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ഫീലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിർത്താതെ ഇങ്ങനെ തുടരുന്നത്. അപ്പോൾ അതുപോലെ എന്നെ പോലെയുള്ള തുടക്കക്കാർ എന്താ പറയുക, തളരാതെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ചിലപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വ്യൂ കിട്ടില്ല, കാരണം ഞാൻ ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കതും വ്യൂ ഒന്നും കിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.